പണ്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് നിലപാടുകളുടെ രാജകുമാരൻ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ 10 മിനിറ്റിൽ പ്രശ്നപരിഹാരമില്ല, എല്ലാം നിയമപരമായി നോക്കാമെന്നാണ് മുഖ്യമന്ത്രിയായ ശേഷമുള്ള നിലപാട്. കേരളത്തിൽ SIR-നെ കുറിച്ച് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ലെന്നും VD സതീശൻ. SIR തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്ന സതീശന്റെ മുൻപ് പറഞ്ഞ നിലപാടിൽ നിന്നുമുള്ള യു-ടേണും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞു. വീണയിലേക്ക് പോകാം. MS വീണ ഈ വാർത്താ സമ്മേളനം കവർ ചെയ്ത വീണ കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വീണ, ഇതിൽ 2 വിഷയങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒന്ന് മുനമ്പവുമായി ബന്ധപ്പെട്ടാണ്. മുനമ്പത്ത് നമുക്കറിയാം 10 മിനിറ്റിനകത്ത് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം SIR-മായി ബന്ധപ്പെട്ട് ഇത് മുസ്ലിം വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളെ അവരുടെ പൗരത്വത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും UDF-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് പ്രചരണം നടത്തിയതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ അങ്ങനെയൊരു സതീശനെ അല്ലല്ലോ നമ്മൾ കണ്ടത്. തീർച്ചയായും ഗൗതം, അത് തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന മുൻ സർക്കാരിനെ അടക്കം വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനാണ് നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ ശ്രമിച്ചതെന്നുള്ളതാണ്. അധികാരത്തിലേറി 10 ദിവസമായില്ല, പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുവാൻ ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന VD സതീശന് യാതൊരുവിധ മടിയുമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഈ മുനമ്പം വിഷയത്തിൽ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് 10 മിനിറ്റ് പോലും വേണ്ട, UDF സർക്കാർ അധികാരത്തിലേറിയാൽ ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കും, ആ ജനതയുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നിലപാടുണ്ടാകുമെന്ന് പറഞ്ഞ VD സതീശനാണ് ഇന്ന് മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിലവിൽ ഭൂപ്രശ്നത്തിൽ അത് നീണ്ടു നിൽക്കുന്നതിൽ കാരണമായി തീർന്നിരിക്കുന്നത് മുൻ സർക്കാരിന്റെ നിലപാടാണ്. അവർ അന്ന് രൂപീകരിച്ച വഖഫ് ബോർഡാണ്. നിലവിലെ സർക്കാർ ആ ഒരു വഖഫ് ബോർഡിന് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നില്ല. UDF സർക്കാർ വഖഫ് ബോർഡ് അങ്ങനെ നിശ്ചയിച്ചിട്ടുമില്ല, അത്തരത്തിൽ ബോർഡിന് രൂപീകരിച്ചിട്ടുമില്ല എന്നുള്ള കാര്യമാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുമ്പോൾ പോലും വഖഫ് ബോർഡിനെയും ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ തങ്ങൾക്ക് വരുന്ന ഗവൺമെന്റിന് UDF സർക്കാരിന് 8ന്റെ പണി തന്നിട്ടാണ് പോയിരിക്കുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. അക്കാര്യങ്ങളാണ് നിയമപരമായിട്ടുള്ള കുരുക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കും. ജനങ്ങൾക്ക് അത് വേണ്ടപ്പെട്ട സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ UDF സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് VD സതീശൻ പറയുമ്പോൾ പോലും 10 മിനിറ്റ് കൊണ്ട് നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയില്ലേ, അതിൽ കൃത്യമായിട്ട് ഉള്ളൊരു ചോദ്യത്തിന് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയുവാൻ VD സതീശൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അവരെ വഴിയാധാരമാക്കില്ല എന്ന് പറയുമ്പോൾ പോലും മുൻ സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സമീപനം തന്നെയാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നമുക്ക് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായത്. ഒപ്പം തന്നെ രക്തന്യൂ കേൽക്കറിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നിയമനത്തിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലും അദ്ദേഹം ഇത്തരത്തിലുള്ള മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുൻപ് SIR-മായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പോലും അന്ന് വിമർശിച്ച് രംഗത്തെത്തിയ VD സതീശൻ ഇന്ന് അക്കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് SIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നില്ലല്ലോ, അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനം ഉയർത്തേണ്ടിയിരുന്നത് അന്ന് പ്രതിപക്ഷമായിരുന്ന ഇന്ന് ഭരണം നടത്തുന്ന UDF ആണല്ലോ. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കഴമ്പില്ല. മുൻപ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രിക് ഓഫീസർ ആയിരുന്ന നളിനി നെറ്റു അടക്കം പിന്നീട് അവരുടെ ചുമതല കഴിഞ്ഞതിന് ശേഷം മറ്റു വകുപ്പുകളിൽ ചുമതല വഹിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് പുതുമയുള്ള വിഷയമല്ലല്ലോ, എന്ത് തമാശയാണ് നാട്ടിൽ നടക്കുന്നത്, ഇതൊക്കെ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് VD സതീശൻ ചോദിച്ചത്. ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. മുൻ സർക്കാർ നടപടിക്ക് വിധേയരാക്കിയ 2 IAS ഉദ്യോഗസ്ഥരുണ്ട്, N പ്രശാന്തും അതുപോലെ തന്നെ B അശോക് കുമാറും. അവരുടെ കാര്യത്തിലടക്കം എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിലും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞില്ല. കാര്യങ്ങളിൽ പരിശോധന നടക്കും. ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ശരിയായ നടപടിയാണ്, അതൊരു താൽക്കാലിക നടപടി മാത്രമാണ്, അത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ചീഫ് സെക്രട്ടറി എടുക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിൽ സർക്കാരിന്റെ മൗനാനുവാദം ഉണ്ടോ എന്നുള്ള കാര്യമടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചീഫ് സെക്രട്ടറി എടുത്ത തീരുമാനങ്ങളിൽ അതൃപ്തി നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. പക്ഷേ അത് മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള വാർത്ത നൽകുന്നത്. അദ്ദേഹം സ്വാഭാവികപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് നിർവഹിച്ചതെന്നാണ് VD സതീശൻ പറഞ്ഞത്. ഈ ബുധനാഴ്ചയാണ് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. മന്ത്രിസഭാ യോഗം നടക്കുന്നത് ബുധനാഴ്ചയാണ്. എന്നാൽ ബുധനാഴ്ച അവധിയായതിനാൽ തന്നെയാണ് തിങ്കളാഴ്ച ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
അതായത് നയപ്രഖ്യാപനം അടക്കമുള്ള വിഷയങ്ങളിൽ 29-ന് നിയമസഭയിൽ നടക്കുന്ന നയപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള ചുമതലകളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളിൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ കഴിഞ്ഞ വാർത്താ സമ്മേളനവുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആദ്യ വാർത്താ സമ്മേളനത്തിലും രണ്ടാം വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തനിക്ക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്, അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അന്ന് താൻ സമരക്കാർക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ നൽകിയ ഉറപ്പുണ്ട്, ആ ഉറപ്പ് താൻ പാലിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഉറപ്പ് താൻ പാലിക്കുകയാണെന്ന് പറഞ്ഞിരുന്ന വി ഡി സതീശനാണ് ഇന്നിപ്പോൾ മുനമ്പം വിഷയത്തിലടക്കം മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഗൗതം. ഓക്കെ വീണ, എന്തായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പറയുന്നതും രണ്ടാണ്. വി ഡി സതീശൻ SIR-മായി ബന്ധപ്പെട്ടും മുനമ്പവുമായി ബന്ധപ്പെട്ടും രണ്ട് നിലപാടുകൾ രണ്ട് കാലഘട്ടങ്ങളിൽ സ്വീകരിക്കുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ SIR വിഷയത്തിലാണെങ്കിലും മുനമ്പം വിഷയത്തിലാണെങ്കിലും രണ്ട് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയാണ്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.